എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ത്രികണം പഞ്ചഭൂതാത്മകമാണ്. ത്രികണത്തിൽ നിന്ന് എങ്ങനെയാണ് ത്രിഗുണവും ത്രിദോഷവും ജനിക്കുന്നത്? വിശേഷേണ അഞ്ചും ചേർന്ന ഈ പ്രപഞ്ചത്തിൽ ഒരു ദിവസം, അതായത് 24 മണിക്കൂറിൽ മിന്നിമറയുന്ന ആ ത്രിഗണ വൈഭവം എങ്ങനെയാണ് ത്രിഗുണത്തെ ജനിപ്പിക്കുന്നത്, എങ്ങനെയാണ് ത്രിദോഷത്തെ ജനിപ്പിക്കുന്നത്? ത്രികണം എന്ന് പറഞ്ഞാൽ ദൈവ, ജൈവ, ശൈവഗണം, കാരണഗണം, സൂക്ഷ്മഗണം, സ്ഥൂലഗണം. യഥാക്രമം ദൈവ, ജൈവ, ശൈവഗണം. ഇത് മൂർത്തിഭാവത്തിലേക്ക് കാണുമ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാര കാരണമായിരിക്കുന്ന ത്രിമൂർത്തിഭാവം. കഴിഞ്ഞ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്, തുടർച്ചയായിട്ടുള്ള രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ. അത് കാണാത്തവരെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആയുസ്സിന്റെ വേദമായ ആയുർവേദത്തെക്കുറിച്ച് പറയുമ്പോൾ പഞ്ചഭൂതാത്മകമായി ജനിക്കുന്ന ത്രികണങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിസ്ഥിതി സംഹാര കാരണ ശക്തിയാകുന്നത്, ജീവനെ സംരക്ഷിക്കുവാനായിട്ട് ആ ത്രിഗണത്തെ എങ്ങനെയാണ് ത്രിമൂർത്തികളായിട്ട് നമ്മൾ ആരാധിക്കുന്നത്? സംരക്ഷണത്തിന്റെ പരമമായിട്ടുള്ള അവസ്ഥയാണ് ആരാധന. ആരാധന അന്ധവിശ്വാസമല്ല. എന്തിനുള്ള വിശ്വാസമാണ്? ആയുസ്സിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രപഞ്ചത്തെ ശുദ്ധീകരിച്ച് നവീകരിച്ച് ഈശ്വരീയമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ചടങ്ങുകളാണ്. ദ്രവ്യത്തെ ദിവ്യമായിരിക്കുന്ന അവസ്ഥയിൽ ദൈവമായി കാണുന്ന, മൂർത്തിയായി കാണുന്ന ശാസ്ത്ര രീതിയാണ്, ശാസ്ത്ര ചിന്തയാണത്. പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ത്രിഗണത്തെ ത്രിമൂർത്തികളായിട്ട്, സൃഷ്ടി, സ്ഥിതി, സംഹാര കാരണ ശക്തിയാകുന്ന ത്രിമൂർത്തികളായിട്ട് നമ്മൾ കണ്ട് ആ ത്രിഗണങ്ങളിൽ നിന്നും ത്രിഗുണത്തെ ജനിപ്പിക്കുവാൻ, ത്രിഗുണം എന്ന് പറഞ്ഞാലോ രജോ സത്വ തമോ ഗുണങ്ങളെ ജനിപ്പിച്ചുകൊണ്ട് ജീവനെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട്, നമ്മളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും അറിവിനും എല്ലാം വേണ്ടിയിട്ട് ജീവനെ ഹിംസിക്കുന്ന ക്ഷതത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്തുകൊണ്ട് ക്ഷേമപ്പെടുത്തുന്ന ക്ഷേമ്യന്മാരായി ത്രിമൂർത്തികളായിട്ട് ഈ കണത്തെ നമ്മൾ ആരാധിക്കുന്നു. ആയുസ്സിന്റെ വേദമായിരിക്കുന്ന ആയുർവേദം അനുസരിച്ച് ഈ പഞ്ചഭൂതങ്ങളെ ആ പഞ്ചഭൂതങ്ങളിൽ നിന്നും ജാതമായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളാൽ തന്നെ അറിഞ്ഞ് വേദിച്ച് വേദമാക്കി ആ ദ്രവ്യ കണങ്ങളെ ദിവ്യ കണങ്ങളായി കണ്ട്, ദൈവമായി കണ്ട്, മൂന്ന് മൂർത്തികളായി കണ്ട്, ത്രികാലത്തിനും ത്രിലോകത്തിനും ത്രിഗുണത്തിനും കാരണമാക്കി നിലനിർത്തി ത്രിദോഷത്തെ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവനെ അണ്ഡധരനായ ബീജധരനായ ഈ ഭൂമിയിൽ സംരക്ഷിച്ചു നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്ര രീതിയാണ് നമ്മൾ പറയുന്നത്. തിയോളജി എങ്ങനെയാണ് രൂപപ്പെട്ടത്? ആയുർവേദത്തിൽ നിന്നാണ് ദിവ്യമായിരിക്കുന്ന ദ്രവ്യം ദൈവമായി ഭവിച്ചത്. അറിവായി, വേദ്യമായി, വേദനയെ നീക്കുന്ന ദൈവമായി ദ്രവ്യം മാറിയത് അവിടെയാണ്. ഇത് തികഞ്ഞ ശാസ്ത്ര ചിന്തയിൽ നിന്നിട്ടാണ് ജനിച്ചത്. തിയോളജി ജനിച്ചത് ആയുർവേദത്തിന്റെ വളർച്ചയിലൂടെയാണ്. സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണമായിരിക്കുന്ന ത്രിഗണ വൈഭവത്തെക്കുറിച്ചുള്ള പഠനമാണ് തിയോളജി. സത്വ, രജോ, തമോ ഗുണങ്ങളാൽ ത്രികാലത്തെ ത്രിലോകത്തെ ഏകുന്ന ആ ദൈവ, ജൈവ, ശൈവ കണങ്ങളെ ത്രിമൂർത്തികളായി കണ്ട് ശുദ്ധീകരിച്ച് സംരക്ഷിച്ച് ആരാധിക്കുന്ന ജീവിത രീതിയാണ് ഭാരതം ലോകത്തിന് മുന്നിൽ വെച്ചത്. പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ ഏറ്റവും വലിയ രൂപമായിരിക്കുന്ന പരമശിവമായിരിക്കുന്ന ഈ ഭൂമിയിൽ പഞ്ചഭൂതാത്മകമായി ജനിക്കുന്ന ത്രിഗണത്തെ ത്രിമൂർത്തികളായിട്ട് കണ്ട് ജീവനെ സംരക്ഷിച്ച് നിലനിർത്തി പരിപാലിക്കുന്ന ആയുസ്സിന്റെ വേദമാണ് ആയുർവേദം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച തിയോളജി. അത്ര മനോഹരമായിട്ടുള്ള ഈ ശാസ്ത്രത്തെയാണ് ഇന്ന് നമ്മൾ വഴിതെറ്റിച്ച് എവിടെയോ എത്തിച്ചു വച്ചിരിക്കുന്നത്. ഈ പഞ്ചഭൂതാത്മകമായി ജനിക്കുന്ന ദ്രവ്യത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിന് ഷൺമുഖഭാവം ജനിക്കുന്നത്. 4 ദ്രവ്യശക്തിയും 2 ജൈവശക്തിയും ജനിക്കുന്നത്. ആ ദിവ്യമായിരിക്കുന്ന 6 എനർജികളാണ് ഷഡ് ഋതുക്കളെ സമ്മാനിക്കുന്നത്. ആ ഷഡ് ഋതുക്കളാണ് ഷഡ്ഭാവങ്ങളെ, ജീവന്റെ ഷഡ്ഭാവങ്ങളെ സമ്മാനിക്കുന്നത്. അപ്പോ ആ 6 എനർജി, ശക്തിയും ചൈതന്യവും എന്ന് പറയുന്ന, പോസിറ്റീവും നെഗറ്റീവും എന്ന് പറയുന്ന, വൈറ്റും ഡാർക്കും എന്ന് പറയുന്ന
എനർജികളായിട്ട് ചേർന്നിട്ടാണ് അവിടെ ത്രിമൂർത്തികളായിട്ട് പ്രത്യക്ഷമാകുന്നത്. ദ്രവ്യത്തിന്റെ ആ ഷൺമുഖമായിരിക്കുന്ന ത്രിമൂർത്തി ഭാവം ഒരു ദിവസം 24 മണിക്കൂറിൽ എങ്ങനെയാണ് സത്വ രജ തമോ ഗുണങ്ങളെ നൽകിക്കൊണ്ട്, ത്രിഗുണങ്ങളെ നൽകിക്കൊണ്ട് ത്രിദോഷങ്ങളെ, വാതാപിത്ത കഫാദോഷങ്ങളെ പരിഹരിക്കുന്നത്, എന്താണ് അതിൻ്റെ ആചരണ പദ്ധതികൾ എന്നാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം ഇത് ഒന്ന് കേൾക്കണമെന്ന് അപേക്ഷയോടെ നമുക്ക് തുടരാം.